നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോട്ടോഷോപ്പിൽ മോക്കപ്പ് ഡിസൈൻസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ ഒരു മോക്കപ്പ് ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ലേഔട്ട്, ഒരു മാഗസിൻ കവർ, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ലേബൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ ഒരു മോക്കപ്പ് ഡിസൈൻ നമുക്കുണ്ടാക്കണം. അത് ഒരു പ്രസൻറ്റേഷന് വേണ്ടിയാകാം, അതല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് അപ്രൂവലിന് വേണ്ടിയാകാം, അങ്ങനെ എന്തിനും ആയിക്കൊള്ളട്ടെ. ഒരു മോക്കപ്പ് ഡിസൈൻ എങ്ങനെ വളരെ വേഗത്തിൽ, വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ ഞാൻ പലതരത്തിലുള്ള മോക്കപ്പ് ഡിസൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു മാഗസിൻ കവറാണ്. ഒരു മാഗസിൻ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു മാഗസിൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു റിയൽ ഫീൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതാണ് ഇത്തരം മോക്കപ്സ്. ഇതൊരു കവർ ഡിസൈനാണ്. ഇതിൻ്റെ ഇൻസൈഡ് നമുക്ക് നോക്കാം. ഇൻസൈഡിൻ്റെ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണിത്. ഇതുപോലെ പല രീതിയിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ അതേ കവർ ഉപയോഗിച്ച് തന്നെ ഒരു ഹാർഡ് ബൗണ്ട് ബുക്ക്, അതായത് ഒരു ഹാർഡ് കവർ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണിത്. അതിനും ഈ കവർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ സ്പൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വളരെ ഭംഗിയായി നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മറ്റൊരു ലേബലുണ്ട്. ഒരു ബോട്ടിലിൻ്റെ ലേബൽ. ഇതും ഒരു മോക്കപ്പ് ആണ്. ഈ മാഗസിൻ്റെ കവർ ഞാൻ ഇൻഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് കവറും അതിൻ്റെ ഇൻസൈഡ് പേജസും. ഇതൊരു ഡമ്മി മാഗസിനാണ്. റിയലി ഇങ്ങനെയൊരു മാഗസിൻ ഇല്ല. ഇതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോകാം. ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ആക്ഷൻസ് ആണ്. ഇവിടെ വിൻഡോ ആക്ഷൻസ് ഉണ്ട്. ആക്ഷൻസിൽ പലതരത്തിലുള്ള ആക്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ഷൻ അല്ല. ഇത് ചില വെബ്സൈറ്റുകളിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ധാരാളം വെബ്സൈറ്റുകൾ ഇങ്ങനെയുണ്ട്. ഇത് PSD Covers എന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ഷനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ആക്ഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ കൂടുതലായി ഒന്നും ചെയ്യേണ്ടതില്ല. അത് ഡൗൺലോഡ് ചെയ്യുന്നത് ഇവിടെ ചില സൈറ്റുകളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് psdcovers.com എന്ന സൈറ്റ് ഉണ്ട്. psdcovers.com. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അത് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം അത് എങ്ങനെയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. ഇതാണ് PSD Covers എന്ന ആ സൈറ്റ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ആക്ഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെയുണ്ട്. പോപ്പുലർ ടാഗ്സ് ഇവിടെ പലതുമുണ്ട്. ബുക്ക്, ബോട്ടിൽ, ബ്രോഷർ, ബിസിനസ് കാർഡ്, C ഫോർമാറ്റ്, ക്യാൻ, കാർഡ്, അങ്ങനെ പലതുമുണ്ട്. ഞാനിവിടെ മാഗസിൻ എടുത്തിട്ടുണ്ട്. ഹാർഡ് ബൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മാഗസിനുണ്ട്. മാഗസിനുണ്ട്. മാഗസിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പലതരത്തിലുള്ള മോക്കപ്പ് ഡിസൈൻസ് നമുക്കിവിടെ കാണാം. ഇതിന് പല പേജസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല പേജസിലും പല രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ആൻഡ് റീഡ്. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ മെഷീനിൽ നമുക്ക് അതിനെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതൊന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഫയൽസ് ഇവിടെ കാണിക്കുകയാണ്. ആക്ഷൻ ഫയലുകളാണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് കാണാം. ATN എന്നാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. PSD Covers എന്ന കമ്പനിയുടെ പേരാണ്. ആ ആക്ഷൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടെയ്നർ, ഇവിടെ ഹാർഡ് ബൗണ്ട്, MAG 1, MAG 3, അങ്ങനെ പലതുമുണ്ട്. ഇതിനെ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഫോട്ടോഷോപ്പിൽ ആക്ഷൻ ഫോൾഡറിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതാണ്. നമുക്കിവിടെ നോക്കാം. ഇവിടെ ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ പാലറ്റിൽ നമുക്കത് കാണാവുന്നതാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന കവർ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വേറെ രീതിയിലും കൂടി ഇതിനെ ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരു മാഗസിൻ്റെ ഇൻസൈഡാണ്. ഇത് ചെയ്യുന്നതിന് ആക്ഷൻ അല്ല ഉപയോഗിക്കുന്നത്. ഇതിന് ചെയ്യുന്നതിന് വേണ്ടി ലേയേഴ്സിൽ ഞാൻ ലേയേഴ്സ് എടുക്കുന്നു. ഇതിൻ്റെ ഒരു ഫോട്ടോഷോപ്പ് ഫയലാണ്. ഇതിന് ലെഫ്റ്റ് പേജും റൈറ്റ് പേജും ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് സേവ് ചെയ്തിരിക്കുകയാണ്. നമുക്കതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ കവർ കിട്ടും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കവർ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള ഈ മോക്കപ്പ് ഡിസൈൻ കിട്ടുന്നതാണ്. അതിനു മുൻപായി നമുക്ക് ആക്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇതെല്ലാം ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ആക്ഷൻ എടുക്കുകയാണ്. ആദ്യമായി ഞാൻ എടുക്കുന്നത് PSD Covers MAG 1 ആണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം. 2 ആക്ഷൻസ് ആണ് അതിലുള്ളത്. ആദ്യത്തെ ആക്ഷൻ നമ്മൾ
റൺ ചെയ്യുകയാണ്. ഇവിടെ ആക്ഷൻ പാലറ്റിൽ ഇവിടെ ഈ ട്രയാങ്കിൾ നമുക്ക് കാണാം, അത് റൺ ചെയ്യാനുള്ളതാണ്. അതുകൂടാതെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ബിഗിൻ റെക്കോർഡിംഗ്. അത് നമുക്ക് പുതിയ ആക്ഷൻസ് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പല രീതിയിലുള്ള പല വർക്കുകൾക്ക് വേണ്ടിയുള്ള ആക്ഷൻസ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതുമാണ്. അതെല്ലാം നമ്മൾ മറ്റൊരു അധ്യായത്തിൽ മനസ്സിലാക്കുന്നതാണ്. ഈ കവർ ഡിസൈൻ ഉപയോഗിച്ച് അതിൻ്റെ ഒരു മോക്കപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ പ്രിപ്പയർ ടെംപ്ലേറ്റ് എന്ന ആക്ഷനാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇതാ ഇവിടെ ഈ ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആവുന്നതാണ്. ഇപ്പോൾ അത് പ്ലേ ആയി ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടെംപ്ലേറ്റ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടെംപ്ലേറ്റിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ഡിസൈൻസ് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ റൺ ചെയ്തിട്ടാണ് ആ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ആക്ഷൻസ് എന്തൊക്കെയാണ് ഈ ആക്ഷൻസിൽ ഉള്ളതെന്ന് നമുക്ക് അതിൻ്റെ ലെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ആ ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ലെയർ നമുക്കൊന്ന് നോക്കാം. ഇതാ എത്രമാത്രം ലെയറുകൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഈ ചില ലെയേഴ്സ് ഉണ്ട്. ഇതാ ഞാനിവിടെ ആ ലെയർ ക്ലിക്ക് ചെയ്തപ്പോൾ അത് സെലക്ട് ആയിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇവിടെ കൺട്രോൾ പാനലിൽ ഓട്ടോ സെലക്ട് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അതിൽ ലെയറാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളത്. ഇതാ അപ്പോൾ ഗ്രൂപ്പ് ഉണ്ട്, ലെയർ ഉണ്ട്. ഞാൻ ലെയറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ലെയർ സെലക്ട് ആയിരിക്കുന്നത്. ആ ലെയർ എനിക്ക് ആവശ്യമില്ല, ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ താഴെയുമുണ്ട്. ഇതാ അതും എനിക്ക് ആവശ്യമില്ല. ഇത് നിർമ്മിച്ച കമ്പനി ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നതാണ്. ഇതാ ഈ കവറിന് ഒരു സ്പൈൻ ഉണ്ട്. ആ സ്പൈൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതും എനിക്ക് ആവശ്യമില്ല. ഞാൻ ആ വേർഡ്സ് എടുത്ത് കളയുകയാണ്. ഇവിടെയും ഉണ്ട് അതിൻ്റെ ഒരു നമ്പർ, അത് ഞാൻ എടുത്ത് കളയുകയാണ്. ഇനി എനിക്ക് ആവശ്യമുള്ള കവർ ഞാനിവിടെ കൊണ്ടുവരികയാണ്. ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ മാഗ് 1 എന്ന് സേവ് ചെയ്തിട്ടുള്ള ഒരു ജെപെഗ് ഫയലുണ്ട്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ ഒരു ജെപെഗ് ഫയലാണ്. ആ മാഗസിൻ്റെ കവറാണ്. ഞാനത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് സേവ് ചെയ്യുന്നില്ല, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ഏരിയയിൽ നമുക്കിതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനത് കുറച്ച് വലുതാക്കുകയാണ്, കാരണം അതിൻ്റെ ടെംപ്ലേറ്റിനേക്കാൾ ചെറുതാണ് എൻ്റെ ജെപെഗ് ഫയൽ. ഇതൊരു പ്രസൻറ്റേഷന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഇത് വലുതാക്കിയാലോ ചെറുതാക്കിയാലോ ഒന്നും ഇതിന് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഈ സ്പൈൻ ഏരിയയിൽ നമുക്കൊരു ഡിസൈൻ വേണം. ഞാൻ തൽക്കാലം ഈ ഡിസൈനിൻ്റെ എഡ്ജിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പൈൻ തൽക്കാലം ഇതിന് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. ഞാനത് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ആ സ്പൈനിൻ്റെ ഏരിയയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ ആ സ്പൈനും എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ഫ്ലാറ്റൻ ഡിസൈനാണ്. ഇനി ഇതൊരു മോക്കപ്പ് ഡിസൈനായി വരുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ലെയർ പാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്ഷൻസിൽ ഇതാ ഈ രണ്ടാമത് സ്റ്റെപ്പ് 2 ഉണ്ട്. ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1 ഉപയോഗിച്ച് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റെപ്പ് 2 ഉപയോഗിച്ച് ആഡ് കളർ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. റൺ ചെയ്യുന്നു. ഞാനിവിടെ ഈ ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോഴതാ ആ ആക്ഷൻ വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലെയറുകൾക്കെല്ലാം പേരുണ്ട്. ആ ലെയറുകളിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആ ലെയറിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ അത് മോക്കപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇതാ ആ കവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോക്കപ്പ് ഡിസൈൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കതിവിടെ കാണാം. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ മോക്കപ്പ് ഡിസൈൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെയേറെ സമയമെടുക്കുന്നതാണ്. എന്നാൽ ഇത്രയും പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് വളരെയേറെ സമയമെടുക്കുന്നതാണ്. ഈ ആക്ഷൻ ഉപയോഗിച്ച് ഇത് ചെയ്തപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്, സേവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതും ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു ആക്ഷൻ ഇവിടെ എടുക്കുകയാണ്. ഇതാ PSD കവേഴ്സ് MAG 3 എന്ന ആക്ഷൻ. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് ഞാനൊരു ടെംപ്ലേറ്റ് ഇതാ റൺ ചെയ്യുന്നു. അത് അതിൻ്റെ ഇൻസൈഡിലേക്ക് വേണ്ടിയുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതാ ലെഫ്റ്റ് പേജ് എന്ന് നമുക്കിവിടെ കാണാം, റൈറ്റ് പേജ് എന്ന് നമുക്കിവിടെ കാണാം. നമ്മൾ ആദ്യം കണ്ട ആ ഇൻസൈഡ് പേജസ് ആണ്. ഇവിടെയും ഞാൻ അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത ലെയേഴ്സ് ഞാൻ എടുത്ത് കളയുകയാണ്. ഇതാ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും.
ഓക്കെ, ഇവിടെയും ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതും എനിക്ക് ആവശ്യമില്ല. ഓൾറൈറ്റ്, ഇനി ഞാനിവിടെ ഇതാ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പേജിനെ ഇവിടെ കൊണ്ടുവരികയാണ്. ഓപ്പൺ ചെയ്യുന്നു. ഞാനിവിടെ mag2 എന്ന് ഒരു JPEG ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇതാണത്. അതിന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അതിന് ഞാൻ എൻലാർജ് ചെയ്യുകയാണ്. ഇതാ ആ സൈസിലേക്ക് എൻലാർജ് ചെയ്ത് വെക്കണം എനിക്ക്. അതായത് ആ ടെംപ്ലേറ്റിനേക്കാൾ ചെറിയ സൈസിലാണ് ഞാൻ അതിൻ്റെ JPEG സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്. ഇതാ mag3 എനിക്കതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള പേജാണിത്. അതും ഞാൻ സേവ് ചെയ്യുന്നില്ല. ഇവിടെ അത് വളരെ ചെറിയൊരു പേജാണ്, കുഴപ്പമില്ല എനിക്ക്. ഓക്കെ, ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പേജുകൾ ഞാൻ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ആക്ഷൻസ് എടുക്കുന്നു. അതിനുശേഷം സ്റ്റെപ്പ് 2 ഇവിടെ റൺ ചെയ്യുകയാണ്. ഇതാ ഇപ്പോൾ ഈ ലെയർ പാലറ്റിൽ നമുക്ക് കാണാം, ഇവിടെ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ആക്ഷൻസ് വർക്ക് ചെയ്യുന്നതും നമുക്കിവിടെ നേരിട്ട് കാണാവുന്നതാണ്. ഇത് ഇന്നർ പേജിലേക്കുള്ള ഒരു മോക്കപ്പ് ഡിസൈനാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ബുക്കുകൾ, CD കവറുകൾ എന്നുവേണ്ട ഏത് ഡിസൈനും നമ്മൾക്ക് ഒരു മോക്കപ്പ് ഡിസൈനായി തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ പലതരം സൈറ്റുകളിൽ നിന്നും ഇത്തരം ആക്ഷൻ ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും സേവ് ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന അധ്യായങ്ങളിൽ മനസ്സിലാക്കുന്നതാണ്. ഇതാ ഇപ്പോൾ ആ ഇൻസൈഡ് പേജ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ഇൻസൈഡ് പേജിൻ്റെ ഒരു മോക്കപ്പ് ഡിസൈനാണ്. ഇതാ എത്ര നിമിഷങ്ങൾക്കുള്ളിൽ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മോക്കപ്പ് ഡിസൈൻ തയ്യാറാകുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇത് ആക്ഷൻ ഉപയോഗിച്ച് പുതിയ ഒരു ഫയൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ നമ്മളുടെ ടെംപ്ലേറ്റ് നമുക്കിവിടെ കാണാം. എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ടെംപ്ലേറ്റ് അങ്ങനെ നിൽക്കുകയും അതിൽ നിന്നും പുതിയ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ആ ആക്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്, ഞാൻ സേവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി മറ്റൊരു ആക്ഷൻ നമുക്ക് നോക്കാം. ഹാർഡ് ബൗണ്ട് കവർ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. ഇതാ ആദ്യം ഞാൻ പ്രിപ്പയർ ടെംപ്ലേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആ ആവശ്യമില്ലാത്ത ലെയറുകൾ ആദ്യം നമുക്ക് എടുത്ത് കളയാം. ഇതാ ഇവിടെ തന്നെ ലെയറുകളിൽ നമുക്ക് കാണാവുന്നതാണ്, അതിൻ്റെ പേരുകളുണ്ട്. ഇതാ സ്പൈൻ എന്നുള്ള വേർഡും എനിക്ക് അവിടെ ആവശ്യമില്ല. ഓക്കെ, ഇത് സ്പൈനുള്ള ഏരിയ ആണ് ഇവിടെ കാണുന്നത്. ഇത് കവറിനുള്ള ഏരിയ. ഞാൻ കവർ ആദ്യം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, mag1 എന്നുള്ളത്. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതാ ഇനി അതിൻ്റെ സ്പൈനിന് വേണ്ടി ഞാൻ മറ്റൊരു ഡിസൈൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. സ്പൈൻ ഇതാ ഇതാണ് സ്പൈൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് തയ്യാറായിരിക്കുകയാണ്. ഇനി അതിൻ്റെ സ്റ്റെപ്പ് 2 ഞാനിത് റൺ ചെയ്യുകയാണ്. സ്റ്റെപ്പ് 2 ഇവിടെ ലെയറിൻ്റെ പാലറ്റിൽ നമുക്ക് കാണാം. ഓട്ടോമാറ്റിക്കലി പുതിയ പുതിയ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ വർക്കുകൾ എല്ലാം ഇതാ ആക്ഷൻ ഉപയോഗിച്ച് റൺ ചെയ്യുന്നത് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കാം. ഇതാ നമുക്ക് കാണാവുന്നതാണ് എത്ര പെട്ടെന്നാണ് ഒരു ഹാർഡ് ബൗണ്ട് കവറിൻ്റെ ഒരു മോക്കപ്പ് ഡിസൈൻ തയ്യാറായിരിക്കുന്നത്. ഒരു ഹാർഡ് കേസ് ബൈൻഡിംഗ് ആണ് ഇതിനുള്ളത്. അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനുള്ള ആക്ഷനാണ് അവിടെ റൈറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അതെല്ലാം അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതും ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി നമുക്കൊരു ലേബലിൻ്റെ ആക്ഷൻ നോക്കാം. ഒരു കണ്ടെയ്നർ ആണ് ഇതാ. ഇവിടെ ആക്ഷൻസിൽ ആദ്യം തന്നെ ഉണ്ട് PSD കവേഴ്സ് കണ്ടെയ്നർ. അതിൻ്റെ ഒരു സ്റ്റെപ്പ് 1 നമുക്ക് പ്രിപ്പയർ ടെംപ്ലേറ്റ്, അത് നമുക്ക് നോക്കാം. അതിനുള്ള ഒരു ടെംപ്ലേറ്റ് ഇവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഞാൻ ആവശ്യമില്ലാത്ത ലെയറുകൾ ഞാൻ തൽക്കാലം ഇതൊന്നും കളയുന്നില്ല, ഇതൊന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ ലേബൽ ഞാനൊന്ന് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഇതാണ് ആ ലേബൽ. ഓക്കെ,
ഏറെക്കുറെ കറക്റ്റ് സൈസാണ് അതെനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ അതാ ആക്ഷൻ റൺ ചെയ്യുകയാണ്. സ്റ്റെപ്പ് 2 ആണ്. അതിന് ഞാൻ ആഡ് കളർ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇതാ ഇപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് എത്ര പെട്ടെന്നാണ് ഒരു ആക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേബൽ ആ ബോട്ടിലിൽ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ബോട്ടിലിൻ്റെ ഡിസൈൻ അവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലേബൽ ആ ബോട്ടിലിൽ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ലേബൽ ഉപയോഗിച്ച് ഒരു മോക്കപ്പ് ഡിസൈൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ഒരു രീതി. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാനിതും ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. മീറ്റ് മാഗ് PSD മോക്കപ്പ്. ഓക്കെ, ഇത് വേറൊരു രീതിയാണ്. ഇതിന് ഇവിടെ ആക്ഷൻ ആവശ്യമില്ല. ആക്ഷൻ അല്ല ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ലെയറിൽ ഇതൊരു ഫോട്ടോഷോപ്പ് ഫയൽ മാത്രമാണ്. ലെയറുകളുണ്ട്, ഇതിന് പലതരം ലെയറുകളുണ്ട്. അതിൻ്റെ ഫുൾ ലെയർ നമുക്കിവിടെ വേണമെങ്കിൽ നോക്കാം. അതിന് ഓരോ ഗ്രൂപ്പുകളുണ്ട്. പല വെബ്സൈറ്റുകളിൽ നിന്നായി ഇത്തരം ഫോട്ടോഷോപ്പ് ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് കവർ നമുക്കിവിടെ കാണാം, റൈറ്റ് കവർ നമുക്കിവിടെ കാണാം. 2 കളറിൽ അത് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ആ ലെഫ്റ്റ് പേജും റൈറ്റ് പേജും സേവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് ആ സ്മാർട്ട് ഒബ്ജക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പേജ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കാണാം മാഗസിൻ PSD മോക്കപ്പ്. ഇത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള പേജാണ്. ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഒരേ ഒരു കാര്യം മാത്രം. നമുക്ക് ആവശ്യമുള്ള പേജ് ഇവിടെ എടുത്ത് പേസ്റ്റ് ചെയ്യുക. ഞാനിതാ മാഗ് 2 എന്ന പേജ് ഇവിടെ എടുത്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അത് വലിയ സൈസാണ്, അത് ചെറുതാക്കാവുന്നതാണ് നമുക്ക്. ഇതാണ് ലെഫ്റ്റ് പേജ്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതങ്ങ് സേവ് ചെയ്താൽ മാത്രം മതി എനിക്ക്. ഞാനിത് സേവ് കൊടുക്കുന്നു. ആ മാഗസിൻ്റെ ലെഫ്റ്റ് പേജിൽ അത് കറക്റ്റായി അവിടെ വന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ റൈറ്റ് പേജിലും എനിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പേജ് ഓപ്പണായി വരുന്നു. ആ റൈറ്റ് പേജിലേക്കും ഞാനിതാ മാഗ് 3 എന്ന ആ ഫയൽ എടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. അത് മറ്റൊരു സൈസിലാണുള്ളത്. എനിവേ അത് വലിയ വിഷയമല്ല. ഞാനത് ക്ലോസ് ചെയ്യുകയാണ്, സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം അതിൻ്റെ റൈറ്റ് സൈഡിലും ആ പേജ് വന്ന് അതൊരു ക്ലിയർ മോക്കപ്പ് ആയി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയും ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് മോക്കപ്പ് ഡിസൈൻസ് തയ്യാറാക്കാവുന്നതാണ്. ഒരു പ്രസൻറ്റേഷൻ ആവശ്യമായി വരുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു മാഗസിൻ പേജസ്, പാക്കേജ് ഡിസൈൻസ്, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ മോക്കപ്പ് ഡിസൈൻസ് തയ്യാറാക്കുന്നതിന് ഈ മാർഗങ്ങൾ വളരെ ഏറെ ഉപകാരപ്രദമാണ്. നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കുന്നതുമാണ്. ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, ഇല്ലസ്ട്രേറ്റർ എന്നിവയുടെ വീഡിയോ ട്യൂട്ടോറിയൽ കാണുന്നതിനായി ഈ ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.